ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ സത്യയെ പപ്പിമോളുടെ മുന്നിൽ വെച്ച് കൂട്ടുകാരനായ രമേശ് അച്ഛനില്ലാത്തവൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ പപ്പിമോൾ രമേശിന്റെ മുഖം തീർത്ത് ഇടികൊടുത്തതിന്റെ പേരിൽ സ്കൂളിൽ വെച്ച് വലിയൊരു സംഘർഷം തന്നെ ഉണ്ടാകുന്നു. പേരൻസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ പപ്പിയെയും സത്യയെയും കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് എച്ച് പറയുകയും ചെയ്യുന്നു. എല്ലാം കേട്ടതിനു ശേഷം സത്യഭാമ അവിടെ എത്തിയ ശാലിനിയെ കുറ്റക്കാരിയായി പറയുന്നു. ശാലിനി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മകൾ പോലെ തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ടെന്നും ശാലിനി വളർത്തിയ മകളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് ശാലിനിയുടെ മകളായ സത്യമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും ഇനി പപ്പിക്ക് വേണ്ട എന്നുമുള്ള ശാഠ്യത്തിൽ തന്നെ നിൽക്കുകയാണ് സത്യഭാമ. സത്യയോട് കൂട്ടുകൂടിയതിന്റെ പേരിലാണ് പപ്പിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ശാലിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സത്യഭാമ പറയുമ്പോൾ എല്ലാം കേട്ട് സഹിച്ചു നിൽക്കുകയായിരുന്നു ശാലിനി. മറുപടി ഒന്നും പറയാതെ ആകെ വേദനയോടെ നിന്ന ശാലിനി വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം സത്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. രമേശ് എന്ന കുട്ടി തന്നെ അച്ഛനില്ലാത്തവളെന്ന് പറഞ്ഞ് കളിയാക്കിയതിന്റെ പേരിലാണ് പപ്പി അവനെ തല്ലിയതെന്നും അവൻ ഇനിയും കിട്ടണമെന്നും കൂടിയുള്ള സത്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശാലിനിയുടെ മനസ്സ് തകർന്നു. ശാരദാമ്മയും ആ പിഞ്ചു കുഞ്ഞിന്റെ സങ്കടം കണ്ട് മനസ്സിൽ വല്ലാതെ വേദനിക്കുകയും കുറ്റം സ്വയം ഏൽക്കുകയും ചെയ്തുകൊണ്ട് ശാരദാമ്മയും ആകെ വിഷമത്തോടെ നോക്കി. ഇതിനൊരു പരിഹാരം എന്താണെന്നറിയാതെ ആ പാവ അമ്മയും ആകെ കീണു. അപ്പോഴാണ് വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം പപ്പി ആകെ നിരാശയോടെ വിഷ്ണു അച്ഛനോട് പറഞ്ഞത്, എനിക്ക് സത്യയെയും ചേച്ചിയമ്മയെയും കാണണം. ചേച്ചിയമ്മയെ സത്യാമ്മ ഒത്തിരി കുറ്റപ്പെടുത്തി, സത്യാമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ശരിക്കും ചേച്ചിയമ്മയെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുക. സത്യാമ്മ ചേച്ചിയമ്മയെ വഴക്ക് പറയാം. ഞാൻ കാരണം അങ്ങനെ ഒരു വഴക്ക് ചേച്ചിയമ്മ കേൾക്കേണ്ടി വന്നു. അതിന് ചേച്ചിയമ്മയ്ക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും. എനിക്ക് ചേച്ചിയമ്മയോട് സോറി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യയുടെ വീട്ടിലേക്ക് പോകാൻ പപ്പി തയ്യാറാകുന്നു. വിഷ്ണുവിനോട് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുവെങ്കിലും എല്ലാവരും മറ്റു ജോലികളിൽ മുഴുകിയ സമയത്ത് പഠിക്കാനായി പോയ പപ്പിമോള് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങണം. ഇപ്പോ തന്റെ സ്റ്റഡി ടൈം ആയതുകൊണ്ട് ആരും തന്നെ തൽക്കാലം അന്വേഷിച്ച് വരില്ല എന്നും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ സത്യയുടെ വീട്ടിൽ പോയി ചേച്ചിയമ്മയെ കണ്ട് കാര്യങ്ങൾ പറയണമെന്ന് സത്യയുടെ അരികിലേക്ക് പോകാനായി തീരുമാനിച്ചുറച്ച് പപ്പി വീട്ടിൽ വിട്ടിറങ്ങുന്നു. പപ്പി അങ്ങനെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ രാത്രിയായതിനാൽ കൊച്ചുകുട്ടികളാരും ആ വഴിയെ അങ്ങനെ പോയിട്ടില്ലെങ്കിലും പപ്പി പലതവണ വീട് വിട്ടിറങ്ങി സത്യയുടെ വീട്ടിലെത്തിയതിന്റെ ആ ഒരു ഓർമ്മയിൽ പപ്പി വീണ്ടും സത്യയുടെ വീട് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ജംഗ്ഷനിൽ കമലൻ പപ്പിമോൾ അതിലെ നടന്നു പോകുന്നത് കാണാനിടയായി. കമലൻ ഉടനെ തന്നെ പപ്പിമോളുടെ അരികിലേക്ക് എത്തുന്നു. മോളെ പപ്പി, മോൾ എങ്ങോട്ടാ ഈ രാത്രിയില്? തനിച്ചാണോ? ആശാനൊക്കെ എവിടെ എന്ന് കമലൻ വന്ന് പപ്പിയോട് ചോദിച്ചു. ഉടനെ കമലിനെ കണ്ടതും പപ്പി പറഞ്ഞു, ആ കമലിനെങ്കിൽ ഞാൻ സത്യയുടെ വീട്ടിൽ പോവാ, ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇക്കാര്യം തൽക്കാലം വിഷ്ണുവച്ചനോടൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ പപ്പി പോകുന്നത് കണ്ട് കമലിനാകെ സങ്കടമായി. ഈ രാത്രിയിൽ അതും കൊച്ചുകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് അത് ശരിയല്ല എന്നും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായാലോ, അതുകൊണ്ട് മോളിപ്പോ തന്നെ എങ്ങും പോകണ്ട, അങ്കിൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അങ്കിൾ ഇപ്പൊ തന്നെ ആശാനെ വിളിച്ച് വിവരം പറയട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ടതും പപ്പി പറഞ്ഞു, വേണ്ട അങ്കിൾ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് കമലിന്റെ അരികിൽ നിന്ന് പപ്പിമോള് തനിച്ച് പോകുന്നു. പപ്പിമോള് വീണ്ടും മുന്നോട്ട് നടന്നു പോകുന്നത് കണ്ട് കമലൻ പിന്നാലെ ഓടി വരുന്നു. മോളെ നിക്ക്, ഞാൻ പറയുന്നത് കേട്ടെ, അങ്കിളൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് കമലൻ പിന്നാലെ ഓടി വരുമ്പോ പപ്പിമോള് കമലിന്റെ പിടിയിലാകപ്പെടാതിരിക്കാൻ കമലൻ തന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള പേടി കൊണ്ട് പപ്പിമോളും വേഗം മുന്നോട്ടോടി. അങ്ങനെ അശ്രദ്ധമായിട്ട് കുട്ടി ഓടിപ്പോകുന്നതിനിടയിൽ പെട്ടെന്ന് വഴിയിലൂടെ ക്രോസ് ചെയ്ത് വന്ന ഒരു കാറ് വന്ന് പപ്പിയെ ഇടിക്കുന്നു. കമലിന്റെ മുന്നിൽ വെച്ച് പപ്പിമോളെ തെറിച്ച് വീഴുന്ന കാഴ്ച കണ്ട് കമലൻ ഞെട്ടിത്തെറിച്ചു നിന്നു. ഉടനെ ആളുകൾ അവിടേക്ക് തടിച്ചു കൂടിയതും പപ്പിമോളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. കമലിന് ഓടി വന്ന് പപ്പിമോളെ എന്ന് വിളിച്ച് കുഞ്ഞിനെ കയ്യിലെ വാരി എടുത്തുകൊണ്ട് അതിലെ വന്ന ഒരു വണ്ടിയിൽ കയറ്റി വേഗം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലെത്തി ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴേക്കും കമലൻ വിവരം വിളിച്ച് വിഷ്ണുവിനെ അറിയിച്ചു. ആശാനെ, പപ്പിമോൾക്ക് വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞതും വല്ലാത്ത ഞെട്ടലോടെയാണ് വിഷ്ണു കേൾക്കുന്നത്. പപ്പിമോളോ, ഇത്രയും നേരം വീട്ടിലുണ്ടായിരുന്ന കുട്ടി എങ്ങനെ വഴിയിലെത്തി എന്നായിരുന്നു വിഷ്ണുവിന്റെ ആശങ്ക. എന്തായാലും നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് വേഗം രോഹിത്തിനെയും സ്വാമിയും വിളിച്ചുകൊണ്ട് വിഷ്ണു വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തി.
അവിടെ എത്തിയതും അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ കുട്ടിയെ കണ്ട് പൊട്ടിക്കരയുകയാണ് ശ്യാമ. അപ്പോഴേക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായ വിവരം വീട്ടിലെല്ലാവരും തന്നെ അറിയുന്നു. എന്താ സംഭവിച്ചെന്നറിയാതെ എല്ലാവരും ആകെ ആശങ്കയിലായി. പപ്പിമോൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി? കമല, നീ എവിടെ വെച്ചാ കണ്ടത്? എന്താ മോള് പറഞ്ഞത്? മോളോട് നീ സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചതും എനിക്ക് സത്യയെ കാണണമെന്ന് പറഞ്ഞ് പപ്പിമോള് പോയതാണ് എന്ന് വിഷ്ണുവിനോട് കമലം പറയുന്നു. തൽക്കാലം ഇക്കാര്യം അമ്മയെ അറിയിക്കണ്ട എന്ന് വിഷ്ണു തീരുമാനിച്ചു. കമലിനോട് വിഷ്ണു പറഞ്ഞു, ഇക്കാര്യം തൽക്കാലം അമ്മയോട് പറയണ്ട, മറ്റെന്തെങ്കിലും കാരണം തൽക്കാലം പറയാം. പപ്പിമോള് കാണാൻ പോയത് സത്യമാണെന്നുള്ള കാര്യം തൽക്കാലം പറയണ്ട എന്ന് വിഷ്ണു കമലിനെ അറിയിക്കുന്നു. ശരി അച്ഛനെ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കമലിനും സമ്മതിക്കുന്നു. അതിനുശേഷം വിഷ്ണുവിൻ്റെയും കമലിൻ്റെയും സംസാരം കണ്ടു നിന്ന ശ്യാമ അരികിലേക്ക് എത്തി. എന്താ വിഷ്ണുവേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോക്ക് എന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ല ശ്യാമേ, നീ ടെൻഷൻ ആവാതെ എന്ന് വിഷ്ണു ശ്യാമയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ വന്നത് സത്യഭാമയും ഹോസ്പിറ്റലിലേക്ക് എത്തി. വേഗം തന്നെ ഓടിയെത്തി എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. ഡോക്ടറോട് ചോദിച്ചു, മോളെ പരിശോധിച്ചു ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ടോ മോൾക്ക്, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്നെല്ലാം സത്യഭാമ ചോദിക്കുന്നു. സത്യഭാമയുടെ ചോദ്യം കേട്ട് ഡോക്ടർ പറഞ്ഞു, തൽക്കാലം മോളെ കാണാൻ കഴിയില്ല. മോളുടെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. എങ്കിലും കുഞ്ഞിന് നഷ്ടമായ ബ്ലഡ് അത് എത്രയും വേഗം കുട്ടിയുടെ ശരീരത്തിൽ തിരിച്ചു കയറ്റണം. അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു. ഉടനെ ബ്ലഡ് ഗ്രൂപ്പ് അന്വേഷിച്ചതും ആ ബ്ലഡ് ഗ്രൂപ്പ് അവിടെയെങ്ങും ആർക്കും ഇല്ല എന്നറിഞ്ഞതോടെ ആകെ ടെൻഷനിലായി. എത്രയും വേഗം തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അറിയാവുന്ന എല്ലാ ബ്ലഡ് ബാങ്കുകളിലും അറിയാവുന്ന സുഹൃത്തുക്കളെയും എല്ലാം രോഹിത്തും ശ്യാമയും വിഷ്ണുവും ഒക്കെ മാറി മാറി വിളിക്കുന്നു. സത്യഭാമയും തന്നാലാകുന്ന കോണ്ടാക്ട്സ് വെച്ച് കുഞ്ഞിന് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു. അവസാനം കുട്ടിക്ക് വേണ്ടി ബ്ലഡ് കണ്ടെത്താൻ കഴിയാതെ ആകെ നിരാശയിലായി. എത്രയും വേഗം വരണേ, ഈ സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളോടൊക്കെ കേരള അപേക്ഷിക്കും വിധത്തിൽ സത്യഭാമയും അപേക്ഷിച്ചു. പക്ഷേ കുറേ നേരമായിട്ടും ആരും തന്നെ ഡോണർ എത്താത്തായതോടെ ഡോക്ടർ വന്ന് ചോദിച്ചു, എന്താ ഇതുവരെയായിട്ടും ഡോണറെ കിട്ടിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനിലായി. അധിക നേരം കുട്ടിയുടെ ഈ കണ്ടീഷൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് ഡോക്ടർ അറിയിച്ചു. എല്ലാവരും ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ആ നിമിഷമാണ് ശ്യാമ മറ്റൊരു കാര്യം ഓർത്തത്. കുഞ്ഞിന്റെ അമ്മയായ ശാലിനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം തന്നെയാണെന്ന് ഓർത്തെടുത്ത് ശ്യാമ ഉടനെ തന്നെ മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ശ്യാമ പുറത്തേക്ക് വന്നതും ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാലിനി ഇതൊന്നും അറിയാതെ ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയായതുകൊണ്ട് ശാലിനിയുടെ ഫോണിലേക്ക് കോള് വന്നതും എന്താ ശ്യാമേ എന്ന് കോൾ എടുത്ത് ശാലിനി അന്വേഷിച്ചു. ശ്യാമ പൊട്ടിക്കരയുന്നത് കേട്ട് ശാലിനി ചോദിച്ചു, എന്താ മോളെ, എന്താ ഒരു പ്രശ്നം, ഈ കാര്യം പറ. ഉടനെ ശാലിനിയുടെ സങ്കടത്തോടെ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, നമ്മുടെ മോൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ധാരാളം ബ്ലഡ് നഷ്ടമായിട്ടുണ്ട്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലഡ് അത്യാവശ്യമായിരിക്കുന്ന സന്ദർഭമാണ്. എത്രയും വേഗം ബ്ലഡ് എത്തിക്കണമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുഞ്ഞേച്ചി ഒന്ന് വന്ന് കുഞ്ഞിന് ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ, കുഞ്ഞേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയല്ലേ പപ്പിമോളുടെയും, അതുകൊണ്ട് കുഞ്ഞേച്ചിക്കൊന്ന് വന്നൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, മോളെ നീ ടെൻഷൻ ആവണ്ട, ഞാൻ എത്രയും വേഗം എത്താം, നീ സമാധാനപ്പെട്, ഞാൻ ഉടനെ എത്തിച്ചേരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ അരികിലേക്ക് എത്തി പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ എത്തും എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണുവും മറ്റെല്ലാവരും ആകെ ആരായിരിക്കും എന്ന് പോലും ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് ആ ഡോണർ ഒന്ന് എത്തണേ എന്ന ആ പ്രാർത്ഥനയോടെ നിന്നു. അല്പസമയത്തിനുള്ളിൽ ശാലിനി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞു. വേഗം തന്നെ ശാലിനി അകത്തേക്ക് പ്രവേശിച്ചു. ശാലിനി കുഞ്ഞിന് ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടി അകത്തേക്ക് കയറിയ സമയത്ത് ദിവ്യ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൃത്യമായി തന്നെ എല്ലാം മാനേജ് ചെയ്ത് കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ബ്ലഡ് എല്ലാം അറേഞ്ച് ചെയ്ത് കുഞ്ഞിന് ബ്ലഡ് കയറുന്ന സമയത്ത് സത്യഭാമയും മറ്റ് എല്ലാവരും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാനായി വരുന്ന ആളെ എത്രയും വേഗം കാണുക എന്നൊരു ലക്ഷ്യത്തോടെ നോക്കിയിരുന്നു. പക്ഷേ ഇത്രയും നേരമായിട്ടും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാനുള്ള ആള് എത്താത്തതിൻ്റെ ടെൻഷനായിരുന്നു മറ്റുള്ളവരുടെ മനസ്സിൽ. അപ്പോഴേക്കും ശാലിനി കുഞ്ഞിന് വേണ്ടുന്ന അത്രയും ബ്ലഡ് കൊടുത്തിട്ട് മറ്റാരുടെയും കണ്ണിൽ പെടാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ശ്യാമ അവരുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇതുവരെയായിട്ടും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും തന്നെ എത്തിയില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ച് രോഹിത്തും സത്യഭാമയും വിഷ്ണുവും ഒക്കെ വാതിൽക്കൽ തന്നെ നിൽക്കുമ്പോൾ ശ്യാമ അരികിലെത്തി പറഞ്ഞു,
അതെ, മോൾക്ക് ബ്ലഡ് കൊടുക്കാൻ ആളെത്തി, കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും സത്യഭാമയ്ക്കാകെ അതിശയമായി. ആണോ, ഇത്ര വേഗമോ? എന്നിട്ട് ആളെവിടെ? ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു നന്ദി ഒന്ന് പറയണല്ലോ. എന്തിയേ, എനിക്ക് ആളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അയ്യോ തിരക്കായിരുന്നുകൊണ്ട് ആള് പെട്ടെന്ന് പോയല്ലോ എന്ന് സങ്കടത്തോടെ ശ്യാമ പറയുന്നു. ഉടനെ കുഞ്ഞിനെ കാണാൻ കഴിയുമല്ലോ എന്ന പ്രതീക്ഷയിൽ സത്യഭാമ വേഗം വാതിക്കലേക്ക് കുഞ്ഞിൻ്റെ റൂമിനരികിലേക്ക് ഓടിയെത്തുന്നു. അപ്പോഴാണ് ശാലിനി അപ്പുറത്ത് മാറി നിന്ന് കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ ഒരു ഇതിൽ മറ്റുള്ളവരെ കണ്ണിൽ പെടാതിരിക്കാനായി ശാലിനി വേഗം കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. ഈ സമയത്ത് സത്യാമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കയറാനായിട്ട് വാതിൽ തുറന്നതും പെട്ടെന്ന് അതുവഴി വരുന്ന ഒരു നേഴ്സ് ശാലിനിയെ വന്ന് തട്ടി. അപ്പോഴേക്കും ശാലിനി വേഗം സത്യഭാമയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. നേഴ്സ് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശാലിനി മുന്നിൽ നിൽക്കുന്നത് കണ്ട് സത്യഭാമയ്ക്കാകെ ദേഷ്യമായി. നീ നീ കാരണം, നിന്റെ മകള് കാരണമാണ് എൻ്റെ പപ്പിമോൾക്ക് ഇപ്പോൾ ഈ ഗതികേടുണ്ടായത്. എൻ്റെ പപ്പിമോളെ ഇനി കാണാൻ പോലും നീ വന്നു പോകരുത്. നീയും നിന്റെ മകളും ഈ നാട്ടിലേക്ക് വന്നത് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ ശാപം. ഇനിയെങ്കിലും എൻ്റെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടൂടെ? എൻ്റെ മകൻ്റെ ജീവിതം നീ ഇല്ലാതാക്കി. ഇനിയെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും നിനക്ക് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിച്ച് സത്യഭാമ ശാലിനിയെ വല്ലാതെ ഫയർ ചെയ്യുന്നു. അങ്ങനെ ശാലിനി ഇത്രയും നാളും വഴക്ക് പറഞ്ഞിട്ടൊക്കെ ശാലിനി സഹിച്ചു നിന്നിട്ടുണ്ടെങ്കിലും ഇന്ന് സ്വന്തം കുഞ്ഞിനെ കൊല്ലാനായി ശ്രമിച്ചവൾ, അല്ലെങ്കിൽ അവളുടെ മരണത്തിന് കാരണക്കാരിയാകേണ്ട രീതിയിൽ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ കൂടി സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായത് കേട്ട് ശാലിനിയുടെ മനസ്സ് തകർന്നു. അതോടെ ശാലിനി ആ കടുത്ത തീരുമാനമെടുക്കുന്നു. എന്തായാലും താൻ ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്ന തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് സങ്കടത്തോടെ ശാലിനി പുറത്തേക്ക് ഇറങ്ങി. ശ്യാമ മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് ശാലിനി കരികിലേക്ക് ഓടിയെത്തി. കുഞ്ഞേച്ചി, സത്യാമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പെടഞ്ഞു. കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയെ സമാധാനിപ്പിച്ചു ശാലിനി. മോളെ, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഇതൊക്കെ കുഞ്ഞേച്ചിയുടെ വിധിയാണ്, സാരമില്ല. മോളെ, നീ പപ്പിമോളെ നന്നായി നോക്കണം, അവളെ സൂക്ഷിക്കണം. അവൾക്ക് ഇങ്ങനെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് നീ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ശാലിനി മറ്റൊന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. ശാലിനി നേരെ വീട്ടിലേക്ക് എത്തിയത് സത്യയോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ഒരു ട്രിപ്പ് പോകാം എന്നറിയിച്ചു. അല്ലെങ്കിൽ സത്യ ഈ വീട്ടിൽ നിന്ന് തൻ്റെ കൂടെ വരില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ശാലിനി അങ്ങനെ പറഞ്ഞതും സത്യക്ക് സന്തോഷമായി. ശരിയമ്മേ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി ശാലിനി വിവരം അറിയിച്ചു. പപ്പിമോൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ താൻ ഹോസ്പിറ്റലിൽ ചെന്നതും മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് കുഞ്ഞിന് ബ്ലഡ് കൊടുത്ത് കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഓക്കെ ആക്കി കഴിഞ്ഞപ്പോൾ സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് പെട്ടതും സത്യാമ്മയുടെ ശകാര വർഷങ്ങളേറ്റതും അങ്ങനെ അവസാനം സത്യാമ്മ തന്നെയോട് ഈ നാട് വിട്ടു പോകാനായിട്ട് തന്നോട് ആവശ്യപ്പെട്ടതും, അതുകൊണ്ട് ഇനിയും ഈ നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ലമ്മേ. എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് എൻ്റെ മക്കൾക്ക് ഇനി ഞാൻ കാരണം ഒരു വേദന ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ. ഞാനും സത്യമോളും കൂടി ഇവിടെ നിന്ന് പോയിക്കോളാം. ഞാൻ മൂലം ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലമ്മേ. ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു, ഇനി ഞാൻ പോവാണ് എന്നറിയിച്ചു. അത് കേട്ടതും ശാരദാമ്മയാകെ സങ്കടത്തിലായി. മോളെ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നായിരുന്നു അമ്മ പ്രതീക്ഷിച്ചത്. വിഷ്ണു മോനുമായിട്ട് എൻ്റെ മോള് സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അമ്മയുടെ മനസ്സിൽ. എങ്കിലും എൻ്റെ മോൾക്ക് വീണ്ടും ഇങ്ങനൊരു അവസ്ഥയായല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെട്ടു. എല്ലാം ശരിയാകുമേ എന്ന് പറഞ്ഞ് ശാലിനി അമ്മയെ സമാധാനപ്പെടുത്തിയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ പോകാനായി റെഡിയാവുന്നു. സത്യമോള് വലിയ സന്തോഷത്തിലായി. ശാരദാമ്മേ, ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ശാരദാമ്മയ്ക്ക് എന്താ വാങ്ങിച്ചുകൊണ്ട് വരണ്ടേ എന്നൊക്കെ ചോദിച്ച് തൻ്റെ കുട്ടിപ്പാവകളുമൊക്കെ കയ്യിലെടുത്ത് വലിയ സന്തോഷത്തോടെ യാത്ര പുറപ്പെടാനായിട്ട് റെഡിയാവുകയാണ് സത്യ. എല്ലാം കണ്ട് ആകെ വിഷമത്തോടെ ശാരദാമ്മ വന്നു. ശാരദാമ്മയും ശാലിനിയുടെയും പപ്പിമോളുടെയും കൂടെ സത്യമോളുടെയും കൂടെ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അതിനു മുൻപായിട്ട് ഈ സത്യം വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണമെന്ന് ശാരദാമ്മയുടെ മനസ്സിൽ തോന്നി. ശാലിനിയും കുഞ്ഞും നാട് വിട്ടു പോകുന്നു എന്നുള്ള കാര്യം വിഷ്ണുവിനെ ഒന്ന് അറിയിക്കാമെന്ന് ശാരദാമ്മ തീരുമാനിച്ചു. ഉടൻ തന്നെ തൻ്റെ ഫോണെടുത്ത് ശാരദാമ്മ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാരദാമ്മ കോള് എത്ര വിളിച്ചിട്ടും വിഷ്ണു എടുക്കാതായതോടെ ശാലിനി അപ്പോഴേക്കും ശാരദാമ്മയെ വിളിച്ചു. അമ്മ വന്നേ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ വിഷ്ണുവിനോട് ഈ വിവരം പറയാൻ കഴിയാത്തതിൻ്റെ വേദനയിൽ ശാരദാമ്മ ശാലിനിയെയും സത്യമോളെയും യാത്ര അയക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കാറിലേക്ക് ചെന്ന് കയറുന്നു.